പശ്ചിമേഷ്യയെ വീണ്ടും ഭീതിയിലാഴ്ത്തി US ഇറാൻ സൈനിക സംഘർഷം പുതിയ തലത്തിലേക്ക്. തങ്ങളുടെ തന്ത്രപ്രധാന മേഖലകളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയായി മേഖലയിലെ 3 US സൈനിക താവളങ്ങൾ ആക്രമിച്ച് ഇറാൻ. കുവൈത്ത്, ജോർദാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ വൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. കുവൈത്തിലെ 2 പ്രമുഖ വ്യോമതാവളങ്ങളിലെ അമേരിക്കയുടെ അത്യാധുനിക പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ സ്റ്റേഷനുകളും ഇന്ധന സംഭരണികളും പൂർണ്ണമായും തകർത്തതായി ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. കുവൈത്തിലെ സൈനിക കേന്ദ്രത്തിൽ നിന്നും വൻതോതിൽ തീഗോളങ്ങളും പുകപടലങ്ങളും ഉയരുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ നടത്തിയ പ്രിസിഷൻ സ്ട്രൈക്കുകൾക്ക് മറുപടിയായി കണ്ണിന് കണ്ണ് എന്ന് പേരിട്ട സൈനിക ഓപ്പറേഷനാണ് IRGC നടത്തിയത്. കുവൈത്തിലെയും ബഹ്റൈനിലെയും US താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന പ്രധാന ആക്രമണം. കുവൈത്തിലെ അലി അൽ സലീം വ്യോമതാവളത്തിൽ വിന്യസിച്ചിരുന്ന അമേരിക്കയുടെ അത്യാധുനിക പേട്രിയറ്റ് ആന്റി മിസൈൽ സംവിധാനങ്ങളെയാണ് ഇറാന്റെ മിസൈലുകൾ തകർത്തത്. ആക്രമണത്തിൽ ഈ കേന്ദ്രം പൂർണ്ണമായി തീഗോളമായി മാറിയെന്നാണ് റിപ്പോർട്ട്. അഹമ്മദ് അൽ ജാബർ വ്യോമതാവളത്തിലെ തന്ത്രപ്രധാന FPS റഡാർ സംവിധാനത്തിലും US സൈന്യത്തിന്റെ ഇന്ധന ടാങ്കുകളിലും ഇറാൻ മിസൈലുകൾ പതിച്ചു. കുവൈത്തിന് പുറമെ ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ വ്യോമതാവളത്തിന് നേരെയും ജോർദാനിലെ USന്റെ പ്രിൻസ് ഹസൻ വ്യോമതാവളത്തിന് നേരെയും ഇറാൻ ഡ്രോൺ മിസൈൽ വർഷം നടത്തി. ഇവിടെയുള്ള വൻ ആയുധ ശേഖരത്തിനും ഇന്ധന ഡിപ്പോകൾക്കും കനത്ത നാശനഷ്ടം ഉണ്ടായതായി ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത ആക്രമണത്തെ തുടർന്ന് കുവൈത്തിലും ബഹ്റൈനിലും രാജ്യവ്യാപകമായി വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതായും ആകാശത്ത് ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും കുവൈത്ത് സായുധ സേന സ്ഥിരീകരിച്ചു. ജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഇറാന്റെ നീക്കങ്ങൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത സൈനിക മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ വൻ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണ പരമ്പരയ്ക്ക് പിന്നാലെ അമേരിക്കക്ക് കടുത്ത നയതന്ത്ര മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ വിദേശ സൈന്യത്തിന് യാതൊരുവിധ ഇടപെടലുകളും തങ്ങൾ അനുവദിക്കില്ലെന്നും അമേരിക്ക തങ്ങളുടെ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ മേഖലയിലെ മറ്റ് US സൈനിക താവളങ്ങൾക്ക് നേരെയും ഇതിലും ശക്തമായ ആക്രമണങ്ങൾ അയച്ചുവിടുമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണെന്നും അതിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലല്ലെന്നും US സെൻട്രൽ കമാൻഡ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ പേട്രിയറ്റ് പ്രതിരോധ കോട്ടകൾ പോലും തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന വലിയൊരു സൈനിക സന്ദേശമാണ് ഇറാൻ ഈ ആക്രമണത്തിലൂടെ നൽകിയിരിക്കുന്നത്.